ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു ചിക്കൻ ഫ്രൈ റോസ്റ്റ് റെസിപ്പിയാണ് ചെയ്യാൻ പോണത്. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ ചിക്കനിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 നുള്ളു മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ തൈര്, 1/2 ടേബിൾ സ്പൂൺ നാരങ്ങ. ഇതെല്ലാം ചേർത്ത് കുഴച്ച് 2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടെ ചേർത്തി 1/2 മണിക്കൂർ കൂടെ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചിക്കൻ എല്ലാം പൊരിച്ചെടുക്കാം. ചിക്കൻ എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനുള്ള മസാല റെഡിയാക്കാം. അതിനു വേണ്ടി ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത എണ്ണയിൽ തന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളികളെല്ലാം ഇട്ട് കൊടുക്കാം. ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അടുത്തത് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നന്നായി പേസ്റ്റായി വരുന്നവരെ അടച്ചു വെച്ച് വേവിക്കാം. തക്കാളി നന്നായി പേസ്റ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. മസാലപ്പൊടിയുടെ ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്.
മസാലയുടെ കുത്തുമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കാം. ഇനി കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പൊരിച്ചു വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യാം. മസാലയെല്ലാം ചിക്കനിലേക്ക് പിടിക്കുന്നതുവരെ കുറച്ച് നേരം അടച്ചു വെക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയും നാഷ്ടൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണിത്. അടുത്തത് നമുക്ക് അവഗാഡോ ജ്യൂസ് അടിക്കാം. ഞാനിവിടെ 2 അവഗാഡോ ആണ് എടുത്തിട്ടുള്ളത്. അരിഞ്ഞു വെച്ചിട്ടുള്ള അവഗാഡോ മിക്സിയുടെ ജാറിലേക്ക് ഇടാം. 2 ഗ്ലാസ് പാലും ആവശ്യത്തിന് പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് നന്നായി അടിച്ചെടുക്കാം. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ദിവസത്തെ നോമ്പുതുറ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അസ്സലാമു അലൈക്കും.